ജീവിതശൈലി രോഗങ്ങള് അതൊരിക്കലും മാറില്ല എന്നൊരു ധാരണ നമുക്കിടയിലുണ്ട്. 2017 അബുദാബിയിൽ വെച്ചിട്ടുള്ള റിവേഴ്സൽ ഓഫ് ഡയബറ്റിക്സ് എന്ന ഒരു പ്രോഗ്രാമോട് കൂടിയാണ് അത്തരം ഒരു ചിന്ത ലോകത്തിലേക്ക് എത്തുന്നത്. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 24 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2.5 പതിറ്റാണ്ട് മുമ്പ് റിവേഴ്സൽ ഓഫ് ഡയബറ്റിക്സിനെ കുറിച്ച് പഠിക്കുകയും അത് സ്വന്തം ശരീരത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരാളാണ് യോഗാചാര്യൻ ശ്രീ രാവണിക്കുട്ടിയേട്ടൻ. അദ്ദേഹം അത് എന്നിലേക്കും പകർന്നു നൽകി. 21ാമത്തെ വർഷം വരെ ഇപ്പൊ എനിക്കും മരുന്നില്ലാതെ, അതും 21 വർഷം മുമ്പ് 530 കണ്ട ഷുഗറിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. അതിലൊരു ട്രിക്ക് ഉണ്ട്, അതിന് ഒരു ടെക്നിക്കൽ വശമുണ്ട്. നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ നമുക്ക് അകറ്റി നിർത്താമെന്ന കാര്യം, അതാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അല്ലെ രാവണിക്കുട്ടിയേട്ടാ? അതെ അതെ. നിങ്ങൾ അതൊന്ന് പറഞ്ഞേ. ഈ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന മിക്ക രോഗങ്ങളുടെയും കാരണം ഭക്ഷണമാണല്ലോ. ഈ ഭക്ഷണം, പണ്ട് കാലത്തൊക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരീരം നന്നായിട്ട് ഇളകി ജോലി ചെയ്യും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ആവശ്യമില്ലാത്ത ഊർജം ശരീരത്തിൽ കയറ്റി വെക്കുന്ന, സ്റ്റോക്ക് ചെയ്യുന്ന പ്രവണത വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഇത്തരം രോഗങ്ങളൊന്നും ആ കാലത്ത് ജനങ്ങളെ ഏശിയിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ഭക്ഷണത്തിന് ക്ഷാമം തീരെ ഇല്ലാതെയായി, ധാരാളമായിട്ട് കഴിക്കാൻ തുടങ്ങി, അധ്വാനം തീരെ ഇല്ലാതെയായി. മിക്കവാറും എല്ലാവരും കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലുമായിട്ട് ജീവിതം അതിൽ വേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നതോടുകൂടി എല്ലാവരുടെയും ജീവിതശൈലി രോഗങ്ങളും വരാൻ തുടങ്ങി. അത് കാര്യമായിട്ട് ബ്ലഡ് പ്രഷർ, ഷുഗർ, തൈറോയിഡ്, അങ്ങനെയുള്ള കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള ലേഡീസിനാണെങ്കിൽ PCOD, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് തന്നെയാണ്. ഇത് ഒരു പരിധിവരെ അല്ല, 100% മാറ്റാൻ കഴിയും എന്നാണ് 2017 അബുദാബിയിൽ വെച്ച ലോകത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ എടുത്ത തീരുമാനം. അപ്പോൾ അതിന്റെ ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും അവർ പല മാറ്റങ്ങളും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇത്തരം രോഗങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് അത്യാവശ്യം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സർവീസിന്റെ IMAയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ പച്ചക്കറിക്ക് 50%, ബാക്കി കുറച്ച് പഴവർഗ്ഗങ്ങളും കുറച്ച് മത്സ്യമാംസവും അല്പം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള അരി മുതലായവയും കഴിക്കാനാണ് പറയുന്നത്. അതിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി എല്ലാവരും കാർബോഹൈഡ്രേറ്റ്സിന് മാത്രം, അരിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം 80% വരും. അതും ഡബിൾ പോളിഷ്ഡ് റൈസ് എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ വരും. അതേമാതിരിയിൽ ബാക്കിയുള്ള ഗോതമ്പിൽ വളരെ കമ്മിയൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും അരി മാറ്റിയിട്ട് ഗോതമ്പാക്കും ഒരു നേരം എന്ന് പറയും. വലിയ കമ്മിയൊന്നുമില്ല, 2% കുറവുള്ളൂ. പിന്നെ മില്ലറ്റ്സ് എന്ന് പറയും. മില്ലറ്റ്സിൽ ചാമ, തീന, ഇങ്ങനെയുള്ള ധാന്യങ്ങൾ, ഇതിനും വലിയ കുറവൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഈ 70-80 ഉള്ളത് 40-50 വരും എന്ന് മാത്രം. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിലെ ഉരുളക്കിഴങ്ങിലും സ്റ്റാർച്ച് കുറച്ച് കൂടുതലുണ്ട്. അതേസമയത്ത് എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്ന ഒന്നാണ് ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചീമക്കിഴങ്ങ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പല പേരിൽ അറിയപ്പെട്ടിരുന്ന കിഴങ്ങ്. അതിൽ മധുരമുള്ളത് കൊണ്ട് മാത്രം അതിൽ ഈ സ്റ്റാർച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് അത് ഒരു നിലയ്ക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം, ധാരാളമായിട്ട് കഴിക്കാം. അത് മാത്രമല്ല, ഈ ഭക്ഷണത്തിലെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേറൊന്നാണ് കോൺസ്റ്റിപ്പേഷൻ. വയറിലും ഇതിനെ അടിഞ്ഞു കൂടി കിടക്കുക. ആ അടിഞ്ഞു കൂടി കിടക്കുമ്പോൾ അതിനെ വയറിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ, വയറിളക്കിയ ഫലം കൂടി കിട്ടും. രാവിലെ നല്ല ശോധന കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ പല ഗുണങ്ങളുമുണ്ട്. അതോടുകൂടി നമുക്ക് ഇന്നുള്ള രോഗങ്ങളിൽ നിന്ന് ഒരു മരുന്നായിട്ട് തന്നെ അത് കണക്കാക്കാം എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത കാലം വരെ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു നമ്മുടെ ഇടയിലൊക്കെ. പക്ഷെ ഇപ്പോൾ ആധുനിക ശാസ്ത്രം അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ ആയിട്ട്
ഇതിനെ തിരുത്തി കുറിച്ചപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണിത്. അപ്പം നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ലോക പ്രമേഹ ദിന സമ്മേളനത്തിന് എടുത്ത തീരുമാനങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശീലിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതിനെപ്പറ്റി ഉള്ള ഒരു പ്രഭാഷണമാണ്, ഒരു പ്രബന്ധമാണ് മിസ്റ്റർ അലവി ഇവിടെ പറഞ്ഞത്. നമുക്കതിനെപ്പറ്റി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും രാവണകുട്ടിയേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. 21 വർഷമായിട്ട് ജീവിതശൈലി രോഗം എന്നിൽ പടർന്നു പിടിച്ചപ്പോ അന്നു മുതൽ എന്റെ ഗുരുനാഥനാണ് ആ വിഷയത്തില് രാവണികുട്ടിയേട്ടൻ. അദ്ദേഹം യോഗ അറിയായിരുന്നു. അപ്പൊ എന്നെ മൂപ്പരുമായിട്ട് ആ യോഗ പരിശീലിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തത് നമ്മുടെ മോമോട്ടി ഡോക്ടർ അല്ലെ. അദ്ദേഹം 2 സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്ന് മൂപ്പരെ അങ്ങോട്ട് ഗുരുനാഥനായി എടുക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ 2 പേരും കൂടി പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിൽ പോയിട്ട് യോഗയുടെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണ്ടായി. ഞങ്ങൾക്ക് ഇവിടുന്ന് 52 കിലോമീറ്റർ ഡെയിലി രാവിലെ 4:45 അല്ലെ വാഹനത്തിൽ കയറി പോയി. അവിടെ പോകുന്നതിന്റെ ഇടയിൽ ഞാൻ നിസ്കരിക്കും. 6:30 സ്റ്റാർട്ട് ചെയ്ത് 8:30 കഴിഞ്ഞ് തിരിച്ചു പോന്നിരുന്നു. അങ്ങനെയാണ് ഞങ്ങളത് പഠിച്ചത്. അപ്പോ ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രമേഹം, അതുപോലെയുള്ള കൊളസ്ട്രോള്, PCOD, അമിതവണ്ണം, പൊണ്ണത്തടി, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നല്ല ജീവിതം, നല്ല ഭക്ഷണത്തോടുകൂടി ജീവിച്ചു തീർക്കാമെന്ന് 2-2.5 പതിറ്റാണ്ടായി ഞങ്ങൾ 2 പേരും അനുഭവിച്ചറിഞ്ഞതാണ്. ആ ട്രിക്ക് അതെങ്ങനെ സാധ്യമാവുമെന്ന് അറിയുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും താല്പര്യമുള്ളവര് ഞങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറുകളില്, എന്റെ നമ്പറും ഉണ്ടായിരിക്കും, രാവണികുട്ടിയേട്ടന്റെ നമ്പറും ഉണ്ടാവും. അതിൽ വിളിക്കുകയാണെങ്കിൽ യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെ അത് നിങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ പറഞ്ഞു തരും. കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു വലിയ സുഖം എന്ന് തന്നെ പറയാം. ജീവിതത്തില് ഷുഗറും ഒന്നിനും പറ്റാതെ ആവുന്നതിന് പകരം ജീവിതം ജീവിച്ചു തീർക്കുവാനുള്ള ഒരു ഓജസ് കിട്ടിയ ആ ട്രിക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈമിന് വിളിച്ചോളൂ. അപ്പോ നന്ദി, നമസ്കാരം.